ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൽ കുക്കിങ്ങിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിത് കിറ്റ്കാറ്റും ബിസ്ക്കറ്റും വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുഡിങ്ങിന് വേണ്ടി ഞാനിവിടെ 20 മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് ഞാനിവിടെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പുഡിങ്ങിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് ആ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ റൗണ്ട് ഷേപ്പിലെ പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള പാത്രവും ബ്ലേഡും ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് 460 ml പൗഡറാണ്. ഇത് വെച്ച് നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ആദ്യം ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ചീസ് ട്രയാങ്കിൾസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. നമ്മുടെ ക്രീം ഇവിടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നും കൂടി ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 4 ബാർ വീതമുള്ള 6 കിറ്റ്കാറ്റാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നല്ല തണുത്ത കിറ്റ്കാറ്റ് മാത്രമേ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവൂ. ഇതിപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിലിരുന്ന കിറ്റ്കാറ്റാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ആ ബിസ്ക്കറ്റിൻ്റെ ബേസിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ആ കിറ്റ്കാറ്റ് ആഡ് ചെയ്യാം. കിറ്റ്കാറ്റ് ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിറ്റ്കാറ്റ് ഞാനങ്ങ് ഒരുപാട് ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചത്, കുറച്ച് തരി തരിയായിട്ടാണ് പൊടിച്ചത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇനി നമുക്കിത് സ്പൂണിൻ്റെ അടിവശം കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ 2 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡറും പിസ്ത പൊടിച്ചതും വെച്ചാണ് ഗാർണിഷ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.